ബില്ല് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കാര്യം കഷ്ടത്തിലാവും. എൻ്റെ പൊന്ന് സാറേ, നമ്മളെന്തിനാ ഈ ഭാര്യമാരെയൊക്കെ പേടിക്കുന്നത്? നമ്മളെ ആണുങ്ങളല്ലേ സാറേ. നീ റഷ്യ വിപ്ലവം കേട്ടിട്ടുണ്ടാ? ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവമാണ് റഷ്യ വിപ്ലവം. ഇതിനേക്കാൾ വലിയ വിപ്ലവമാണ് എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ നടത്തുന്നത്. ഏതാണെന്ന് തോറ്റു സാറേ. സാറിൻ്റെ ഈ ജീവിതമെല്ലാം കൂടെ ചേർത്ത് ഈ അനുഭവങ്ങളെല്ലാം ആക്കി ഇത്തിരി മസാലയൊക്കെ ചേർത്ത് വല്ല കഥയോ കവിതയൊക്കെ എഴുതിക്കൂടി വായിക്കാൻ ആൾക്കാർ. സാറേ, നമ്മുടെ മലയാളം സാറേ ഇന്ന് രാവിലെ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ എക്സാം പേപ്പർ നോക്കിയായിരുന്നു. എനിക്ക് തോന്നുന്നു സാറിന്റെ ഈ ബില്ലെടുത്ത് അങ്ങോട്ട് ചുരുട്ടി അതിനകത്ത് കൊണ്ടുപോയോന്നൊരു സംശയമുണ്ട്. പോയാ? അല്ല, സംശയം പോയി നോക്ക്. പോയി നോക്കടാ. ഞാൻ പോയി നോക്കണോ? നോക്കടാ, നോക്ക്. പോയി നോക്ക്. പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വന്ന് അറിയിക്കണം. പെട്ടെന്ന് വാ. ആർട്സ് ക്ലബിന്റെ നടത്തിപ്പ് ഉത്തരവാദിത്വമൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്തുമായിരിക്കും ചെയ്യുന്നത്? ടീച്ചറെ, ആർട്സ് ക്ലബ്ബ് വളരെ നന്നായിട്ട് ഞങ്ങൾ കൊണ്ടുപോകും. ദേ, സൈറ നല്ലൊരു ചിത്രകാരിയാ. മാത്രമല്ല, സൈറയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ബാക്കി സ്റ്റുഡൻസിനൊക്കെ വെച്ചിട്ട് ഒരു ആർട്സ് ക്ലബ്ബ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആർട്ട് ഗാലറിയാണോ? പക്ഷെ ചിത്രരചന കൊണ്ട് മാത്രം നമുക്ക് ആർട്സ് ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അയ്യോ, അത് മാത്രമല്ല ടീച്ചറെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും കലാകാരികളും കൂടിയാ. എന്താ അഭിപ്രായം? എല്ലാം ലക്ഷങ്ങളാണ്. അപ്പോൾ വേറെ എതിർപ്പുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ആർട്സ് ക്ലബിന്റെ ഭാരവാഹിത്വം വിരയിപ്പിച്ചാലോ ടീച്ചറെ? എതിർപ്പുണ്ട് സാർ, ഞങ്ങൾക്ക് ശകല എതിർപ്പുണ്ട്. സാറേ ഞങ്ങളിവിടെ ക്ലാസ് റൂമിൽ ഉറക്കി കിടന്നിട്ട് ഇവിടെ നൈസായിട്ട് ഇങ്ങോട്ട് പോകുന്നു അല്ലേ? നാണമില്ലേ സാർ ഈ പെമ്പിള്ളേർ കൂടെ ചേർന്നിട്ട് നമുക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട്? സാറിന് ഞങ്ങൾ അങ്ങനെയല്ല കരുതി. ആർട്സ് ക്ലബിന്റെ ഭരണസമയം ഞങ്ങൾക്ക് വിട്ടു തന്നേ പറ്റൂ. കുറച്ചും ദേവിയല്ലേ പറഞ്ഞ എതിർപ്പൊന്നുമില്ല. അതപ്പോ ആരും കൂടെ ഇല്ലായിരുന്നു. അതിന് നിങ്ങൾക്ക് ആർട്സിയുടെ എന്ത് ബന്ധമുള്ളത്? ഈ പുറിഞ്ഞ ചെറുപ്പം മുതലേ മാർഷൽ ആർട്സാ, അതറിയോ? എൻ്റെ മമ്മു ഈ മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞ ആയോധന കലയാണ്. ഇത് ആർട്സ് ക്ലബിന്റെ പരിപാടി, കലാപരമായ കഴിവുള്ള സംഭവമാണ്. നീ എന്ത് പറയുന്നത്? എനിക്ക് പറഞ്ഞു സാറേ, അതൊക്കെ നമുക്കറിയാം. ഈ മമ്മ ഉണ്ടല്ലോ, കിടിലം പാട്ടാണ്. നാട്ടിലെ കല്യാണത്തിന് ട്രാക്ക് പാടുന്നത് ഈ ഒറ്റയ്ക്കാണ്. എന്നാ ഒരു പാട്ട് പാടും കേൾക്കട്ടെ ഞങ്ങൾ. ആയിക്കോട്ടെ. എടുത്ത് തട്ടിക്കൊള്ളിയാണ് അവിടെ ബഹളം ഉണ്ടാക്കാതെ അങ്ങനെയല്ല മാറ്റം. ബാഗ് എടുത്ത് കൂടെ അങ്ങോട്ട് നീങ്ങട്ടോ. ചില പാട്ടൊക്കെ നല്ല സ്ഥലമാണ്. റെഡി? മുല്ലത്തൈ 1 2 3 4. മൈമൂനത്താന്റെ മൂത്ത മോള് ജമീല, മൂത്ത മോള് ജമീല, മൂത്ത മോള് ജമീല. കല്യാണ തലേന്ന് ഓടിപ്പോയൊരു ജമീല, ഓടിപ്പോയൊരു ജമീല, ഓടിപ്പോയൊരു ജമീല. മട്ടൻ ചാസും ചിക്കൻ കറിയും ബിരിയാണിയും ബാക്കി വെച്ച്, മട്ടൻ ചാസും ചിക്കൻ കറിയും ബിരിയാണിയും ബാക്കി വെച്ച് ഓളെ കാത്തിരുന്നൊരു പൊതിഞ്ഞെടുത്തേ, മട്ടൻ കറി എടുത്തേ, ചിക്കൻ പൊതിഞ്ഞെടുത്തേ. ഓളെ കാത്തിരുന്നൊരു പൊതിഞ്ഞെടുത്തേ, മട്ടൻ കറി എടുത്തേ, ചിക്കൻ പൊതിഞ്ഞെടുത്തേ. വെറുതെയെല്ലാം മണവാട്ടി ഓടിപ്പോയത്, മണ്ണ് ചാടിപ്പോയത്, ഓടിപ്പോയത്, ചാടിപ്പോയത്, അതിൽ ഓടിപ്പോയത്, അതിൽ ചാടി. മതി മതി, ഇങ്ങനെ പഴയ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും. സാറേ കൊള്ളായിരുന്നു. എടാ മമ്മു, ഇതാ നീ കല്യാണപ്പുര പാടണേ. ഇത് പെണ്ണല്ല, ഉമ്മാരും ഓടിച്ചോടി പോകും. ഞാൻ മ്യൂസിക് പാടാം. അയ്യോ, നല്ല സുന്ദരം പാടില്ല കേൾക്കണം. എന്റെ പൊറിഞ്ചു, ഇനി അതും കൂടി താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. സെക്രട്ടറിയും പ്രസിഡന്റും ഒന്നും ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങളെയൊക്കെ ക്യാഷ്യറാക്കി വെച്ച. അയ്യടാ, കാശ് അടിച്ച് മാറ്റാനുള്ള വിദ്യമാരുടെ. പിന്നെ അതിന് നിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ പൈസ കൊണ്ട് തന്നത്? പോടാ സാറേ പോടാ. നിനക്കത് വേണം. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതിരിക്കേ. ബാഹുലേ സാറേ, ഒന്നിങ്ങി വന്നി ഒരു കാര്യം പറയാം. തൽക്കാലം നമ്മൾ കുട്ടികളെ നമ്മളിപ്പോൾ പിരിയുന്നു. പിന്നെ ഈ ആർട്സ് ക്ലബിൻ്റെ ഭരണസമിതി ഈ കുട്ടികളെ ഏൽപ്പിക്കുന്നു, പെൺകുട്ടികളെ ഇപ്പോൾ തൽക്കാലം ഏൽപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ പ്രിൻസിപ്പൾ അറിയിക്കും. തൽക്കാലം ഞാൻ യോഗം വിളിച്ചോളൂ. വാ ടീച്ചറെ, വാ.
ടീച്ചറെ കാര്യം ചെയ്യണം നിങ്ങൾ ആദ്യം. ഇവിടുത്തെ ആൺകുട്ടികളെയൊക്കെ അങ്ങ് പിരിച്ചുപിടി, എന്നിട്ട് പെൺകുട്ടികളെ മാത്രം ഇവിടെ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടല്ലേ പെൺകുട്ടികളെ ഏൽപ്പിക്കുന്നത് ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ആണെങ്കിൽ അയാൾ ഓരോ കുറ്റം പറയാം. സാറിനെ കാണുമ്പോൾ സാറിന്റെ സൈഡിൽ ചേർന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞാണ് ടീച്ചറിന്റെ സ്ഥിരം ജോലി. ഞാൻ കാണാറുണ്ട്. അല്ല ആൺകുട്ടികൾക്ക് മാത്രം ചെയ്യണ പരിപാടിക്ക് ഞങ്ങൾ വേണമല്ലോ അല്ലേ? അല്ല, ഇത് നിങ്ങൾക്കും പങ്കെടുക്കാമല്ലോ. അതിന് ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുന്നത് ടീച്ചറെ ശകല ഉരുണ്ടുകളി ഉണ്ട്. ഞാൻ ലൈറ്റ് മ്യൂസിക് പാടാന്ന് പറഞ്ഞു, ടീച്ചർ സമ്മതിച്ചില്ല. സിനിമാറ്റിക് ഡാൻസ് പാടിക്കോ, അത് ഇപ്പൊ പാടേണ്ട ആവശ്യമില്ലല്ലോ. ആർട്സിലേക്ക് പന്തലിന് കാല് കുഴിച്ചിടാൻ ഞങ്ങൾ വേണം, മരത്തിന്റെ മുകളിൽ കയറാൻ ഞങ്ങൾ വേണം, ഞങ്ങൾ വേണം, തേങ്ങ പൊതിക്കാൻ. നിങ്ങളൊക്കെ ഓവർ സ്മാർട്ട് കൊണ്ടാണ് കേട്ടാ നിങ്ങൾ സ്ഥാനം മേടിച്ചെടുത്തത്. ഇടപെടൊന്നും വിളിക്കണ്ട കേട്ടോ. അതല്ല വീട്ടിൽ സംസാരിക്കല്ലേ. രണ്ടുപേരും അങ്ങനെ തന്നെ. ഞങ്ങള് മാന്യവും മര്യാദയ്ക്കുള്ള ഞങ്ങൾ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സംസാരിക്കാറുണ്ട്. അതെ, പണ്ടൊരിക്കൽ ഡാൻസ് കളിച്ചോ രണ്ടടി പൊക്കം സ്റ്റേജിൽ കയറുന്ന. എന്തിയോ ആ പ്രിൻസിപ്പളിന്റെ റൂമിൽ നിന്ന് വല്ല തുണിക്കടയുടെയും ബെല്ല് കിട്ടിയിരുന്നു. ഉണ്ടായിരുന്നോ? കിട്ടി എന്തേ? ആ എന്തിയാ സാധനം എന്തി? ഞാനാ ചൂട്ടിക്കുട്ടി പുറത്തു കളഞ്ഞു. തനിക്കെന്തിനാ അത്? സാറേ എനിക്കല്ല, ആ പ്രിൻസിപ്പളിന് അതിന് ജീവന്റെ വിലയാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അത് ആപ്പാടെ ബുദ്ധിമുട്ടായിരിക്കുക. സാധനം എവിടെ കളഞ്ഞേ? ഞാൻ അവരുടെ ക്ലാസ്സിൽ നിന്ന് പുറത്തു കളഞ്ഞു. കളഞ്ഞു? നോക്കാം, അന്വേഷിക്കാം. ഒരു ബില്ലല്ലേ? ഞാൻ അറിയാൻ പാടാൻ ചോദിക്കാം. താനിന്ന് ഇത്ര ബലം പിടിച്ചിറക്കണേ? വീട്ടിലിത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട്. കഷ്ടം. തങ്കപ്പണ തങ്കപ്പണ ഞങ്ങളെ സഹായിക്കണം. ചൂടാവില്ല കേട്ടോ, പറയട്ടെ. ഒന്ന് പറയട്ടെ. ആർട്സ് ക്ലബിന്റെ സെക്രട്ടറി, ആർട്സ് ക്ലബിന്റെ പ്രസിഡന്റ്, ആർട്സ് ക്ലബിന്റെ ട്രഷറി, ഇത് മൂന്നും ഞങ്ങളെ തന്നെ ആക്കാൻ നമ്മുടെ പ്രിൻസിപ്പലിന്റെ അടുത്ത് അണ്ണൻ തന്നെ ഒന്ന് പറയണം. പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാഞ്ചി, ഞാൻ പ്രിൻസിപ്പളിനൊക്കെ പോയി പറയാം. എടാ മലയാള സാറ് പ്രിൻസിപ്പളിൻ്റെ ഏതോ വലിയ ബില്ലോ പുല്ലോ കൊണ്ടുപോയി കളഞ്ഞിട്ട് അങ്ങേരാപ്പാടെ തീ പിടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് പോയി പറയാൻ ആ ബില്ലൊന്ന് കണ്ടെടുത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ സാധനങ്ങൾ നടക്കും. ഉറപ്പാണ്? എന്താ ഉറപ്പാണ്? ആരുറപ്പ്? ഇപ്പൊ പറഞ്ഞത് എന്തോ ഉറപ്പടാ? കൈയ്യടക്കടാ. ചിലപ്പം നടക്കും. ചില സമയത്ത് ഇയാൾ കടിക്കാൻ വരുമല്ലേ? ഇങ്ങനെ പേപ്പട്ടി അടിച്ചാളെയാ. അപ്പം ബില്ലെടുത്ത് കൊടുത്താൽ പ്രിൻസിപ്പൾ സമ്മതിക്കുന്ന പറയണത്. ബില്ല് എവിടെ പോയെന്നാണ് പറയണത്? മലയാള സാറിനെ പിടിച്ചാലോ? പിടിക്കാം. അങ്ങനെ ഇപ്പം അങ്ങോട്ട് പോയില്ലേ? ആണോ?